മലപ്പുറം ജില്ലയെ വെട്ടിമുറിക്കേണ്ടതും ന്യായമായ ആവശ്യമാണ്. ഈ ജനസംഖ്യാ ബാഹുല്യം ഭരണനിർവഹണത്തിനാണെങ്കിൽ ഇത് നാലായി വെട്ടിമുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ പൊന്നാനിയും തിരൂരും ഉൾപ്പെടെയുള്ള മേഖല തൃശ്ശൂരിലേക്ക് ലയിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയും കൊണ്ടോട്ടിയും താനൂരും ഉൾപ്പെടെയുള്ള മേഖല കോഴിക്കോടിൽ ലയിപ്പിച്ചുകൊണ്ട്, നിലമ്പൂർ വയനാട്ടിൽ ലയിപ്പിച്ചുകൊണ്ട്, ബാക്കിയുള്ള ഭാഗം പാലക്കാടും ലയിപ്പിച്ചുകൊണ്ട് മലപ്പുറത്തെ നാലായി വെട്ടിമുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഭരണനിർവഹണത്തിന് ഈ ജനസംഖ്യാ ബാഹുല്യം ഒരു പ്രശ്നമേ ആവുന്നില്ല. ഈ ഒരു വിഷയം തന്നെ ഇവിടെ അവസാനിക്കാനും പോവുകയാണ്. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ കഴിഞ്ഞ ദിവസം ചേട്ടന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഈ കേരളത്തിലെ സുന്നി സംഘടനകൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നുള്ള ഒരു വിഷയം. അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ചേട്ടന്റെ ഒരു പ്രതികരണം. എന്താണ് ഈ ഒരു വിഷയത്തിൽ ചേട്ടൻ ഇങ്ങനെ പ്രതികരിക്കാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും ഇതൊരു സാധാരണ ഒരു രാഷ്ട്രീയ വിഷയത്തിനേക്കാൾ ഉപരി വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. ഇതൊരു ദാറുൽ ഹിന്ദിലേക്കുള്ള ഒരു തുടക്കം മാത്രമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഒരു മലപ്പുറം ജില്ല ജനസംഖ്യാ ബാഹുല്യത്തിന്റെ പേരിൽ വിഭജിക്കണം എന്ന് ആവശ്യപ്പെടുന്നവർ കേവലം 10 വർഷത്തിന് ശേഷം കേരളം തന്നെ തെക്കൻ കേരളവും വടക്കൻ കേരളവുമായി മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനം തന്നെ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കാലം പോലും വിദൂരമാണ്. അതുകൊണ്ട് ഇതിനെ തടയേണ്ടത് ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ ആവശ്യം തന്നെയാണ്. ഇപ്പോ ഈ പറയുന്ന സുന്നി സംഘടനകൾ പറയുന്നത് മലപ്പുറം ജില്ലയിൽ 46 ലക്ഷത്തിന് മുകളിലാണ് ജനസംഖ്യ. അപ്പൊ അതുകൊണ്ട് ഇത്രയും ജനസംഖ്യ ഉള്ള സമയത്ത് ഇതിനെ വിഭജിക്കേണ്ടത് ജനങ്ങളുടെ ഒരു സുതാര്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും അത് നല്ലതാണെന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. അതിനെ നമ്മളൊരു മതത്തിൻ്റെതായിട്ടുള്ള വിഷയമായിട്ട് കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും കാണിക്കണം. മതത്തിൻ്റെതാണ് വിഷയം, മതമാണ് വിഷയം. കാരണം ഈ ഒരു ഡെമോഗ്രാഫി എന്തുകൊണ്ട് കുടുംബാസൂത്രണം ഇത്രയും വ്യാപകമായി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം ജനസംഖ്യാ ബാഹുല്യം വർദ്ധിക്കുന്നു? ഭരണ മികവിന്റെ അല്ലെങ്കിൽ ഭരണത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന്റെ കാര്യം പറയുമ്പോൾ പോലും ഈ ഒരു ഡെമോഗ്രാഫിയുടെ വിജയം അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമാണ് രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് തടയേണ്ടതും മലപ്പുറം ജില്ലയെ വെട്ടിമുറിക്കേണ്ടതും ന്യായമായ ആവശ്യമാണ്. ഈ ജനസംഖ്യാ ബാഹുല്യം ഭരണനിർവഹണത്തിനാണെങ്കിൽ ഇത് നാലായി വെട്ടിമുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ പൊന്നാനിയും തിരൂരും ഉൾപ്പെടെയുള്ള മേഖല തൃശ്ശൂരിലേക്ക് ലയിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയും കൊണ്ടോട്ടിയും താനൂരും ഉൾപ്പെടെയുള്ള മേഖല കോഴിക്കോടിൽ ലയിപ്പിച്ചുകൊണ്ട്, നിലമ്പൂർ വയനാട്ടിൽ ലയിപ്പിച്ചുകൊണ്ട്, ബാക്കിയുള്ള ഭാഗം പാലക്കാടും ലയിപ്പിച്ചുകൊണ്ട് മലപ്പുറത്തെ നാലായി വെട്ടിമുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഭരണനിർവഹണത്തിന് ഈ ജനസംഖ്യാ ബാഹുല്യം ഒരു പ്രശ്നമേ ആവുന്നില്ല. ഈ ഒരു വിഷയം തന്നെ ഇവിടെ അവസാനിക്കാനും പോവുകയാണ്. ഇത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതികരണം നടത്തുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ സുന്നി സംഘടനകൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ടുള്ള CPM-ഉം കോൺഗ്രസും ഇതിനെതിരെ ഒരു രീതിയിലും സംസാരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. എന്തായിരിക്കും അവരുടെ ഒരു ഭാവിയിലേക്കുള്ള ലക്ഷ്യം? എന്തായിരിക്കും അവരുടെ ഈ കേരളത്തിലെ കേവലമായിട്ടുള്ള രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി ഇവിടുത്തെ അടിസ്ഥാന ജനത മനസ്സിലാക്കേണ്ടത് കാശ്മീരിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നടന്നുകൊണ്ടിരിക്കുന്ന ഡെമോഗ്രാഫി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അടിസ്ഥാന ജനത, ആ സമൂഹം, ആ നാട് വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് ഇനി മലപ്പുറത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ മലപ്പുറത്തിനെ നാലായി വിഭജിച്ചുകൊണ്ട് ഈ ഡെമോഗ്രാഫി അത് എന്നും ഒരു വിഭാഗത്തിന് മതപരമായിട്ടുള്ള ഒരു മേൽക്കോയ്മയ്ക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഈ സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ പൊതുപരിപാടിയിൽ പല ഘട്ടങ്ങളിലായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഈ അടുത്ത ദിവസം കൂടി ഇതുപോലെ തന്നെ പങ്കെടുത്തു. അപ്പോൾ ഈ സമസ്തയുടെ പ്രമേയമാണ് ഈ പറയുന്ന മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു പ്രസ്താവന. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയൊന്നും ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയേണ്ട വിഷയം എന്താണ് യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത്
യഥാർത്ഥത്തിൽ ദാറുൽ ഹിന്ദിലേക്കുള്ള ഒരു പടി ആയിട്ടാണ് അവർ മലപ്പുറം ജില്ലയെ വിഭജിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇന്ന് മലപ്പുറം വിഭജിച്ചു കഴിഞ്ഞാൽ കേവലം ആ മലപ്പുറം വിഭജനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പിന്നീട് ഒരു സ്വതന്ത്രമായിട്ടൊരു സംസ്ഥാനത്തിന് ഈ ഒരു ഡെമോഗ്രാഫിയുടെ ഈ രണ്ടു ജില്ലയുടെ ജനസംഖ്യയുടെ ബാഹുല്യം പറഞ്ഞുകൊണ്ട് ദാറുൽ ഹിന്ദിലേക്ക് ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമായിരിക്കാം അടുത്ത അവര് ആവശ്യപ്പെടുന്നത്. അതിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സാംസ്കാരിക നായകന്മാർക്കും വ്യക്തമായ പങ്കുണ്ട്. ഇതിന്റെ പണം പറ്റിക്കൊണ്ടാണ് ഇവർ ഇതിനെതിരെ ശബ്ദിക്കാത്തതും നിഷ്പക്ഷരെന്ന് നടിച്ചുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ഒരു സംവിധാനത്തെ പൂർണ്ണമായിട്ടും തോളിൽ കൈയിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് ഒരു തെല്ലും മടിയില്ലാതെ ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പമാണ് അല്ലെങ്കിൽ അവർ ഞങ്ങൾക്കൊപ്പമാണെന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരു അവസ്ഥ എത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ മതേതരവാദികളും ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും ഈ വിഷയത്തെ എങ്ങനെയാണ് ഇനി കാണേണ്ടത്? ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാതില്ല. പക്ഷേ എൻ്റെ ഒരു മനസ്സിൽ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഈ മണവാട്ടിയെ സ്നേഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ഭൈമികാമുകരായിട്ട് നടക്കുന്ന പിണറായി വിജയന്റെയും വി.ഡി. സതീശന്റെയും അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ ദുഃഖമാണ് തോന്നുന്നത്. കാരണം മതത്തിനു വേണ്ടി രാഷ്ട്രത്തിനെ വെട്ടിമുറിക്കണമെന്നും മതത്തിനു വേണ്ടി രാജ്യങ്ങൾ പിടിച്ചെടുക്കണമെന്നും രാജ്യത്തിൻ്റെ നിയമം നമ്മൾക്ക് ബാധകമല്ല എന്നും മതനിയമങ്ങൾ മാത്രമാണ് നമ്മൾക്ക് ബാധകമെന്നും ഇന്നും പറഞ്ഞു പഠിപ്പിക്കുന്ന ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി വാദിക്കുവാനും അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഈ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടുകൾ യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയ്ക്കും ഇവിടുത്തെ അടിസ്ഥാന ജനതയ്ക്കും വലിയൊരു ഭീഷണിയായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മലപ്പുറം വിഭജിക്കണം നടക്കമുള്ള പല ആവശ്യങ്ങളും ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതിപാദിക്കാനുള്ള സാധ്യതയുണ്ടോ നമ്മുടെ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ? തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് LDFിൻ്റെയും UDFിൻ്റെയും പിന്തുണ ആർജിക്കാനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഹിഡൻ ഐഡിയ. അതിൽ ആരാണ് അവർക്ക് പിന്തുണ കൊടുക്കുന്നത്? അവർക്കായിരിക്കാം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ പ്രാവശ്യത്തെ പിന്തുണ. പക്ഷേ കേരളം പഴയ കേരളമല്ല. ഈ പറയുന്ന മലപ്പുറത്ത് ലക്ഷക്കണക്കിന് ഹൈന്ദവരുടെ സംഗമം നടന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് പഴയ ഹിന്ദുവല്ല, പഴയ അടിസ്ഥാന ജനതയല്ല, വലിയൊരു മാറ്റം ജനങ്ങളിലുണ്ട്. ആ മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതമാണ് വിഷയവും ഈ മലപ്പുറം ജില്ല മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകും. അതിൽ ഒരു സംശയവും വിചാരിക്കണം. മലപ്പുറം ജില്ലയെ 4 ആക്കി ഭാഗിക്കണമെന്നാണ് ചേട്ടന്റെ ഒരു അഭിപ്രായം. തീർച്ചയായും ഇവരുടെ ഈ 2 ആയി വിഭജിച്ച് 2 ജില്ലയാക്കുന്നതിന് പകരം കുറച്ചും കൂടി ഭരണനിർവഹണത്തിന് ഏറ്റവും നല്ലത് 4 ആയി വെട്ടിമുറിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് യഥാർത്ഥത്തിൽ ഇത് സമസ്ത പോലെയുള്ള സംഘടനകളുടെ നേതാക്കന്മാരോടാണോ ഈ ഒരു നിർദ്ദേശം വെക്കുന്നത്? തീർച്ചയായും സമസ്തയായാലും കാന്തപുരമായാലും ഇവിടുത്തെ തീവ്ര ചിന്താഗതിയുള്ള വിഭാഗങ്ങളോടും കൂടി വ്യക്തമായിട്ടൊരു സന്ദേശമാണ് ഞാൻ നൽകുന്നത്. ഇത് നിങ്ങൾ 2 ആക്കി വിഭജിക്കണമെന്നും 2 ജില്ലയാക്കണമെന്നും ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് 4 ആയി വിഭജിച്ചുകൊണ്ട് 4 ജില്ലയിലേക്ക് ഇതിനെ മാറ്റണമെന്ന് തന്നെയാണ്.